UN പൊതുസഭയിൽ ഫ്രാൻസ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. അത് പലസ്തീന് അനുകൂലമായിട്ടുള്ളതാണ്. പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ പലസ്തീന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഏതാണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടെ UN പൊതുസഭയിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ 4 തവണ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇതിനൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇത് ഇസ്രയേലുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ വഷളാക്കുന്ന തരത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ള ഒരു സംശയം ഇതോടുകൂടി ഉയരുന്നുണ്ട്. പൊതുവേ നമ്മളിപ്പോൾ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇന്ത്യ കുറേ കാലമായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾക്ക് സമാനമായിട്ടുള്ള നിലപാടാണ്. എന്നുവെച്ചാൽ നമ്മൾ എക്കാലത്തും പലസ്തീനെ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അത് തുടർന്ന് പോരുകയായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ശരിയാണ്, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ പലസ്തീന് അനുകൂലമായിട്ട് നിലപാടെടുക്കില്ല, ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടെടുക്കില്ല. പക്ഷെ ഫലത്തിൽ അത് ഇസ്രായേലിന് അനുകൂലമായ നിലപാടായി മാറിയിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോൾ അത് നമ്മൾ തെറ്റിക്കാൻ തീരുമാനിച്ചു. അതിന് പല കാരണങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. ഒന്ന്, ജിയോ പൊളിറ്റിക്സിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. നമ്മൾ വളരെ അടുത്ത് പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചാണ് തരുന്നതായിട്ടുള്ള ട്രംപ് ഇന്ത്യക്കിട്ട് പണിയാനായിട്ട് തുടങ്ങിയ സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വന്നു. അമേരിക്ക ഇന്ത്യയോട് കാണിച്ച ആ സമീപനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ പ്രതീക്ഷിച്ചതെന്നായിരുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്തേണ്ടത് നമ്മൾ മാറുകയും ചൈനയും അതേപോലെ തന്നെ റഷ്യയുമായി സൗഹൃദത്തിലാവുകയും പുതിയ ഒരു ലോകക്രമത്തിനെ രൂപീകരിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അമേരിക്ക എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വസിദ്ധമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഫ്രാൻസ് മുന്നോട്ട് വന്ന ഈ പ്രമേയത്തെ അംഗീകരിക്കാനായിട്ട് ഇന്ത്യ തയ്യാറായത്. കാരണം പലസ്തീനിലെ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ലോക സമാധാനത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അതിന് ഈ ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം. കാരണം പലസ്തീനും ഇസ്രായേലും 2 രാഷ്ട്രങ്ങളായിട്ട് ഉയർന്നു വരികയും സമാധാനപൂർവ്വം അവർ ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഗസയും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് പലസ്തീൻ രൂപീകരണം എന്ന് പറയുന്നത് പൂർത്തിയാക്കുക, അങ്ങനെ ആ രാഷ്ട്രത്തിന് സ്വതന്ത്ര പദവി നൽകി ലോകം അംഗീകരിക്കുകയും ഇസ്രായേൽ കൂടി അതിനെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കാരണം എത്രയോ കുഞ്ഞുങ്ങളും അതേപോലെ സ്ത്രീകളും ഒക്കെയാണ് കൂട്ടക്കുരുതിക്ക് വിധേയമാക്കപ്പെട്ടത്. ഇപ്പോഴും അവിടെ പട്ടിണിയുടെ ഒരു വലിയൊരു പാഠമാണ് അത് ശരിക്കും പറഞ്ഞത്. പട്ടിണിയിൽ നിന്ന് ആ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളുടെ ക്യൂവിന് നേരെ പോലും ഇപ്പോഴും ഇസ്രായേൽ ബോംബിടുകയും അതേപോലെ വെടിവെപ്പ് നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂരവും പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഹമാസും ഇതുമായിട്ട് ബന്ധമില്ല. ഇത് വെറും സാധാരണക്കാരായിട്ടുള്ള അവിടെ ഫുഡ് ട്രക്സ് ഉൾപ്പെടെ ഹമാസുകൾ തന്നെയാണ് തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഭൂരിഭാഗവും എന്നാണ് പറയുന്നത്. ഈ ഫുഡ് ട്രക്കുകളുടെ മേളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇത് കൊണ്ടുപോവുകയും കരിഞ്ചന്തയിൽ വിൽക്കുക കൂടി ചെയ്യുന്നുണ്ട് ഹമാസ്. പിന്നെ മാഷ് ഇപ്പൊ പറഞ്ഞതുപോലെ കൂട്ടക്കുരുതി എന്ന് പറയുമ്പോൾ ഹമാസ് ഈ മനുഷ്യന്മാരെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധ്യത കൂടി ഇല്ലേ? അതുകൊണ്ട് കൂടിയല്ലേ ഈ കൂട്ടക്കുരുതി നടക്കുന്നത്? അല്ല, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായിട്ട് ഈ ഇങ്ങനെയുള്ള ഈ ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന ഒരാളെ ബോംബിട്ട് കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ ആർക്കും പറ്റില്ല. ആരും എന്നെ ന്യായീകരിക്കുന്നില്ല. ഇത് ന്യായീകരിക്കില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇവരെ കവചമാക്കി മാറ്റി ഹമാസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചുകൊണ്ട്. നമ്മൾ അത്ഭുതത്തോടെ കാണുന്നൊരു കാര്യമാണ്. യുദ്ധം തുടങ്ങി കുറേ നാളായിട്ട് ഹമാസിന് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ? ഹമാസിൻ്റെ ഈ തുരങ്കങ്ങളും അതേപോലെ തന്നെ രഹസ്യ ഇടനാഴികളൊക്കെ ഇടിച്ചു പൊളിച്ചുവെങ്കിലും ഹമാസിൻ്റെ നേതൃത്വത്തെ തകർക്കുന്നതിൽ ഇപ്പോഴും ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒടുവിൽ ഖത്തറിൽ പോലും ആക്രമണം നടത്തിയത് ഇവരെ പ്രധാനപ്പെട്ട ആളുകളെ ഇല്ലാതെയാക്കാനല്ലേ? അതുകൊണ്ട് എന്താ കാര്യം? അവരിപ്പോഴും നടക്കുന്നു എന്നല്ലേ അല്ലേ? ഏതാണ്ട് 1,00,000-ഓളം മനുഷ്യർ മരിച്ചു കഴിഞ്ഞിട്ടും ഹമാസിന് ഇപ്പോഴും മരണമില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു സുഖകരമായ കാര്യമല്ല. ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം. പക്ഷേ ഹമാസിനൊന്നും സംഭവിക്കുന്നില്ല. അവരവിടെ നിന്ന് മാറുന്നു, വേറെ സ്ഥലത്ത് പോകുന്നു, എവിടെയെങ്കിലും ആയിട്ട് ആ സംവിധാനം നിലനിൽക്കുന്നു. അപ്പോൾ പലസ്തീനിലെ ജനതയ്ക്ക്
സമാധാനം ഉണ്ടാക്കുക, പലസ്തീനിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കുക. അതാണ് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് ഇന്ത്യയും എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പലസ്തീൻ വരുന്നതിനെ ഇസ്രായേൽ എതിർത്തിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ കൃത്യമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ജൂതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും, അതായത് ഒരു സിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അല്ല, അത് അവര് സ്ഥിരമായി നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അതായത് പലസ്തീൻ്റെ ഒരു കഷ്ണങ്ങൾ അവർ പിടിച്ചെടുക്കും, അവിടെ കൊണ്ട് ജൂതന്മാരെ താമസിപ്പിക്കും. അപ്പോൾ ജൂതന്മാരും മുസ്ലിങ്ങളും അവിടെ ഉണ്ടാവും. പിന്നെ അവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകും. ആ സംഘർഷത്തിൻ്റെ ഒരു പറഞ്ഞ് വീണ്ടും മുസ്ലിങ്ങളെ അവർ ശരിപ്പെടുത്തും. ഒരു വിശാല ഇസ്രായേൽ അവർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് പൂർണ്ണമായും പറയാം. അല്ല, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പലസ്തീനിലുണ്ടായിരുന്ന മുഴുവൻ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് നാട് കടത്തണം. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അത് ശരിയാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ കരുതുന്നില്ല, ഇന്ത്യയും അത് കരുതുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഈ പ്രമേയത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറായത്. പക്ഷേ ഇവിടങ്ങളിലുള്ള ഈ പറയുന്ന ഹമാസ് ആക്രമിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേ ഹൂതികളുടെ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇതെല്ലാം നേരിടുന്നത് ഒരു ചെറിയ രാജ്യമാണ്. അവരുടെ സുരക്ഷ കൂടി അവർ നോക്കണ്ടേ? അല്ല, അവരുടെ സുരക്ഷ നോക്കട്ടെ. അവരുടെ സുരക്ഷ പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതല്ലല്ലോ സുരക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇവര് ഇത്തരത്തിൽ മനുഷ്യ കവചമാക്കുമ്പോൾ, പോരാടുമ്പോൾ ഇത് സംഭവിക്കുകയല്ലേ? അല്ല, അതൊക്കെ ശരിയാണ്. അതും കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാൻ പറ്റില്ല. ആളുകൾ ഇങ്ങനെ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ, പോഷകാഹാരമില്ലാത്ത ആ കുട്ടികൾ, അവരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അവരൊക്കെ അങ്ങനെ നിരന്തരം മരിക്കുന്നൊരു സാഹചര്യം ഒരു ലോകരാഷ്ട്ര സംവിധാനത്തിന് നല്ലതല്ല. ഈ ആധുനിക കാലത്തെ ലോകം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന ഈ ദ്വിരാഷ്ട്ര സംവിധാനത്തെ ന്യായീകരിക്കുന്നത് വെച്ചാൽ ഇന്ത്യക്ക് അതിനകത്തുള്ള ആ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാണ്ട് ഹമാസിനെ അംഗീകരിച്ചിട്ടല്ലല്ലോ. ഹമാസിനെ ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ചിലപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടാകും. കാരണം ഖത്തറൊക്കെ അവരെ കൂടെ താമസിപ്പിച്ചാണല്ലോ. അതുകൊണ്ടാണല്ലോ ഖത്തറിൽ അക്രമം നടക്കും. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യരെന്ന നിലക്ക് ഈ കുരുതി കൊടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും അതേപോലെ തന്നെ പട്ടിണിയായാലായിരിക്കുന്ന മനുഷ്യനോടൊക്കെ അനുകമ്പ കാണിക്കേണ്ടത് ആവശ്യമാണ്, പരിതാപം കാണിക്കേണ്ട ആവശ്യമാണ്. ആ അനുകമ്പയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രമേയം വന്ന സമയത്ത് മാറി നിൽക്കാതെ അതിനെ ന്യായീകരിക്കാനായിട്ട് തയ്യാറായതിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഇന്ത്യയുടെ ഒരു പഴയകാല വിദേശ നയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. മാത്രമല്ല, അതിലേക്ക് ഇന്ത്യ പെട്ടെന്ന് എത്തിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഈ കുറച്ചു കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിക്രിയകളാണ് എന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ലോക സമാധാനം പുലരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പലസ്തീൻ അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തത് എന്നുള്ളതല്ല. അല്ല, UN സഭയിലെ ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്തത് ലോകസമാധാനത്തിന്റെ ഒരാഗ്രഹം, ഇന്ത്യയുടെ ആഗ്രഹം കൂടിയാണ്. ട്രംപിനുള്ള മറുപടി കൂടിയാണ്. കാരണം നമ്മളുടെ കൂടി ആഗ്രഹമാണ്. കാരണം ഇന്ത്യ കൂടി ആഗ്രഹിക്കുന്നുണ്ട് ലോകസമാധാനം ഉണ്ടാകണം. അതിന് സഹായകരമായിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റാണ് ഇസ്രായേലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിൽ ഉണ്ടാക്കേണ്ടത്. പലസ്തീൻ ജനത സംരക്ഷിക്കപ്പെടണം, ഹമാസ് സംരക്ഷിക്കപ്പെടേണ്ടതില്ല. അവരെ തുടച്ചു മാറ്റിക്കൊള്ളൂ നിങ്ങൾ, അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പലസ്തീൻ ജനതയ്ക്ക് അംഗീകാരമുണ്ടാകണം, അവർക്ക് ജീവിക്കാനായിട്ട് ഇടമുണ്ടാകണം, അവർക്ക് സ്വതന്ത്രമായ രാഷ്ട്രമുണ്ടാകണം. അത് പഴയ ദ്വിരാഷ്ട്ര സങ്കല്പം തന്നെയാണ്. അതിൽ ഇന്ത്യ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് ഈ സഭയിലെ അതിൻ്റെ സപ്പോർട്ടിൻ്റെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.